1975 ഡിസംബർ 1 രാത്രി 3 മണി. നവാഡ മരുഭൂമിയിലെ ഗ്രൂം ലേക്കിൽ ലോകമെന്നും ഭീതിയോടെ മാത്രം കേട്ടിരുന്ന ഏരിയ 51-ൽ ഒരു പ്രത്യേക പരീക്ഷണം ആരംഭിക്കുകയായിരുന്നു. അകലെയായി ഹാങ്ങർ 18. അവിടെ ഒരു വിമാനം തൻ്റെ ഊഴവും കാത്തുകിടക്കുന്നു. ഹാങ്ങർ 18-ൽ കാണപ്പെട്ട ആ വിമാനത്തിന് 1000 m² വിസ്തീർണവും ഒറ്റനോട്ടത്തിൽ രാഗിമിനിക്ക് വജ്രത്തെ പോലെ ഫാസറ്റഡ് ട്രയാങ്കുലർ ഡിസൈനുമായി കാണപ്പെട്ടു. വൈമാനിക മേഖലയിൽ തന്നെ ആദ്യ രൂപം. അതിനെ അവർ ഹേവ് ബ്ലൂ എന്ന് വിളിച്ചു. പരീക്ഷണ പറക്കലിന് തയ്യാറായി ഹേവ് ബ്ലൂ 834 റൺവേ 14/32-ൽ തയ്യാറായി നിന്നു. കോക്പിറ്റിൽ പൈലറ്റ് ഹാൻ ഫാർലി എയർ ട്രാഫിക് കൺട്രോൾ ബീപ്പുകൾക്കായി കാതോർത്തിരുന്നു. ഒരു മരിക്കാറ്റ് ചിലമ്പി വിമാനത്തെ കടന്നുപോയി. എഞ്ചിനുകൾ മുരണ്ടു. വിമാനം റൺവേയിലൂടെ ഓടി. മരുഭൂമിയിൽ തൻ്റെ ത്രികോണ നിഴൽ വീഴ്ത്തി ആകാശത്തേക്ക് കുതിച്ചുയർന്നു. നോ ഫ്ലെയിം, നോ നോയ്സ്. ഇമ്പീരിയൽ ഓഫീസേഴ്സ് ഉദ്വേഗത്തോടെ തങ്ങൾക്ക് മുന്നിൽ റഡാർ സ്ക്രീനുകൾ നോക്കിക്കൊണ്ട് പറഞ്ഞു, സർ, ടെസ്റ്റ് പ്രോട്ടോകോൾ. തങ്ങൾക്ക് മുന്നിൽ റഡാർ സ്ക്രീനുകളിൽ 1000 m² വിസ്തീർണം കാത്തിരുന്ന അവരുടെ മുന്നിലേക്ക് ആ അത്ഭുതം സംഭവിച്ചു. 0.01 ചതുരശ്ര മീറ്റർ മാത്രം രേഖപ്പെടുത്തി റഡാർ സ്ക്രീനുകളെ കബളിപ്പിച്ച് ഒരു കുരുവിയോട് ഭൂമിക്കുന്ന തരത്തിൽ അത്ര ചെറുതായി കാണപ്പെട്ടു. നോ ഡിസിൻറ്റഗ്രേഷൻസ്, ദ പ്രൂഫ് സ്റ്റെൽത്ത് വർക്ക്സ്. അത്ഭുതത്തോടുകൂടി അവർ വിളിച്ചു പറഞ്ഞു. അതാണ് ഹേവ് ബ്ലൂവിനെ വ്യത്യസ്തനാക്കിയത്. ശരീരഘടനയിലുള്ള പ്രത്യേക രൂപവും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റഡാർ അബ്സോർബിംഗ് പെയിൻറ്റും ആഫ്റ്റർ ബേണേഴ്സ് ഇല്ലാത്ത എഞ്ചിനുകൾ എന്നിവ ഒരു വിമാനത്തിന് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി നൽകിയിരിക്കുന്നു. 1976-ലും 77-ലും മറ്റ് 2 പരീക്ഷണ പറക്കലുകളിൽ ഈ വാഹനം തുടർച്ചയായി ഹൈഡ്രോളിക് പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുകയും വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയർ ഡിപ്ലോയ് ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്ത് മരുഭൂമിയിൽ തകർന്നു വീഴുകയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2 തവണയും ഇജക്റ്റ് ചെയ്ത് പൈലറ്റ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ലോകം UFO എന്നുകൂടി കേൾക്കാൻ തുടങ്ങി. ആകാശത്തിൻ്റെ പലയിടങ്ങളിൽ നാം അവയെ മിന്നിമായുന്നതും കണ്ടു. അതെ, 5th ജനറേഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. പുതിയൊരു തലമുറയ്ക്ക് നാന്ദി കുറിക്കപ്പെടുമ്പോൾ യുദ്ധരീതികളിലെ മാറ്റങ്ങൾക്ക് കൂടി നാം സാക്ഷികളായി. ഇനി നാം കാണാൻ പോകുന്നത് ആകാശയുദ്ധങ്ങളിലെ സാങ്കേതിക വിദ്യയുടെ ഉന്നതിയിൽ നാം അഭിമാനിക്കുമ്പോഴും യുദ്ധങ്ങൾ എന്നും നഷ്ടങ്ങൾ മാത്രമാണ് നൽകുന്നതെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് എവിടെയും യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ടെക്നോളജികളെ വരവേൽക്കാം.